സംസ്ഥാനത്തിന്റെ കടത്തിന്റെ കണക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കേന്ദ്രത്തിന്റെയോ? കേന്ദ്ര സർക്കാരിന്റെ പൊതുകടം 200 ലക്ഷം കോടി രൂപയ്ക്കടുത്തേക്ക് എത്തുകയാണ്. ഇതിനപ്പുറം ഒരു വിവരം കൂടിയുണ്ട്. ഈ ജൂൺ വരെ മാത്രം പലിശ അടയ്ക്കാൻ ചെലവഴിച്ചിരിക്കുന്നത് 3.86 ലക്ഷം കോടി രൂപയാണ്. ആദ്യ 3 മാസത്തെ മൊത്തം നികുതി വരുമാനത്തിന്റെ 71% വരും ഇത്. ലോക രാഷ്ട്രങ്ങളിൽ തന്നെ പലിശയ്ക്ക് ഇത്രയേറെ തുക മുടക്കുന്ന മറ്റൊരു രാജ്യവുമില്ല. സംസ്ഥാനങ്ങൾ വിഹിതം ചോദിക്കുമ്പോൾ കേന്ദ്രം പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ കാരണമാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇന്ത്യൻ ധനസ്ഥിതി ചെന്നു നിൽക്കുന്ന അത്യന്തം ശോഭജനകമായ വസ്തുതകളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നികുതിയുടെ 71% പലിശയ്ക്ക് മുടക്കുന്ന ഇന്ത്യ. 2025 ജൂൺ മാസം വരെ രാജ്യത്തിന്റെ ആകെ വരുമാനം 9,41,395 കോടി രൂപയാണ്. അതിൽ നികുതി വരുമാനം 5,40,316 കോടി രൂപ. നികുതിയേതര വരുമാനം 3,73,061 കോടി രൂപ. എടുത്ത വായ്പയുടെ പലിശ അടയ്ക്കാൻ ചെലവഴിച്ചിരിക്കുന്നത് 3,86,037 കോടി. മൊത്തം നികുതി വരുമാനത്തിന്റെ 71% എന്ന് മാത്രമല്ല, രാജ്യത്തെ ആകെ നികുതിയേതര വരുമാനത്തിലും ഏറെ തുകയാണ് പലിശയ്ക്ക് മാത്രമായി ചെലവഴിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഈ സ്ഥിതി ആദ്യമാണ്. 1991 പ്രതിസന്ധി കാലത്ത് പോലും നികുതി വരുമാനത്തിന്റെ 70% പലിശയ്ക്ക് നൽകേണ്ട ഒരു സ്ഥിതി നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടില്ല. രാജ്യത്ത് കച്ചവടം താഴേക്കാണെന്ന് മാത്രമല്ല, വ്യാപാരികൾക്ക് പണം കിട്ടാൻ മാർഗങ്ങളുമില്ല. ബാങ്കുകളുടെ പലിശ നിരക്കുകളൊക്കെ ഉയർന്ന തോതിൽ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് കൂടുതൽ കടമെടുക്കൽ അസാധ്യവുമാണ്. ഉൽപാദന മന്ദിപ്പിന്റെ കാരണവും പണത്തിന്റെ ഈ ലഭ്യത കുറവാണ്. രാജ്യത്തിന്റെ മൊത്തം കടം 200 ലക്ഷം കോടി കടന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 200.16 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ കടം. കടം 200 ലക്ഷം കോടി എന്ന ഭീമമായ തുകയിലെത്തിയത് ദീർഘകാലമായിട്ടുള്ള ഒരു സ്ഥിതിയല്ല. സ്വാതന്ത്ര്യം മുതൽ 2020 വരെയുള്ള 70-ലേറെ വർഷങ്ങൾ കൊണ്ടാണ് ഈ കടം 100 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് 200 ലക്ഷം കോടിയിലെത്താൻ എടുത്തത് വെറും 4.5 വർഷം മാത്രമാണ്. അതായത് ഈ രാജ്യത്തിന്റെ കടം 100 ലക്ഷം കോടി രൂപ വർദ്ധിച്ചത് കഴിഞ്ഞ 54 മാസങ്ങൾ കൊണ്ടാണ്. ഇതാ ആ കൃത്യം കണക്കിലേക്ക് പോവുകയാണ് നമ്മൾ. 2021 മാർച്ച് മാസത്തിൽ പൊതുകടം 102 ലക്ഷം കോടി രൂപ. 2022 മാർച്ച് മാസത്തിൽ 119 ലക്ഷം കോടി. 2023 മാർച്ചിൽ 135 ലക്ഷം കോടി. 2024 മാർച്ചിൽ അത് 152 ലക്ഷം കോടി. 2025 മാർച്ച് മാസമായപ്പോൾ 165 ലക്ഷം കോടി. ഈ വർഷം അവസാനിക്കുമ്പോഴേക്ക് 180 ലക്ഷം കോടിയിലേക്ക് എത്തും. ഇതിനൊപ്പം തന്നെ വിദേശ കടവും മറ്റ് കടങ്ങൾ കൂടി ചേരുന്നതോടെയാണ് 202 ലക്ഷം കോടിയിലേക്ക് എത്തുന്നത്. 4.5 വർഷം കൊണ്ട് ലോകത്തൊരു രാജ്യത്തും 100 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായൊരു കടബാധ്യത ഉണ്ടായിട്ടില്ല. ഇതിൽ നല്ലൊരു പങ്കും മാർക്കറ്റ് ബോറോവിംഗ് ആണ്, അതായത് വിപണിയിൽ നിന്നുള്ള കടമെടുപ്പാണ്. അതുമാത്രം 123 ലക്ഷം കോടി രൂപയാണിപ്പോൾ. അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 3 മാസം കൊണ്ട് തന്നെ 3.86 ലക്ഷം കോടി പലിശയടയ്ക്കാൻ ചെലവഴിക്കേണ്ടി വന്നത്. എല്ലാം ഭദ്രമാണെന്നത് കരുതിയല്ല ദേശീയ മാധ്യമങ്ങളൊന്നും ഈ വിവരം പുറത്തുവിടാത്തത്. ഒന്ന് പരിശ്രമിച്ചാൽ ഈ കണക്കുകൾ ആർക്കും കിട്ടുന്നതുമാണ്. പക്ഷേ ആരും പ്രസിദ്ധീകരിക്കില്ല. അതിന്റെ കാരണം പകൽ പോലെ വ്യക്തവുമാണ്. സംസ്ഥാനങ്ങൾ ചോദിക്കുന്ന പണം എടുത്തു നൽകാൻ കഴിയാത്തത് ഈ പ്രതിസന്ധി കൊണ്ടാണ്. സംസ്ഥാനങ്ങളെക്കാൾ വലിയ കടക്കണിയിലാണ് കേന്ദ്രം. കേരളമാണ് കടം കൂടുതലുള്ള സംസ്ഥാനമെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ കേരളത്തിൽ നികുതി വരുമാനത്തിന്റെ 70% പലിശയ്ക്കായി അടയ്ക്കുന്നില്ല. പലിശയും ശമ്പളവും പെൻഷനും ചേരുന്ന തുകയാണ് നികുതി വരുമാനത്തിന്റെ 80% കേരളത്തിൽ വരുന്നത്. പലിശ അടയ്ക്കാൻ 22% നമ്മൾ ചെലവഴിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ മാസം എത്തിയപ്പോഴേക്കും 71% കടന്നത്. ഇതുവരെ പറഞ്ഞത് ആഭ്യന്തര കടമാണെങ്കിൽ പുറമേ നിന്നുള്ള കടവും എല്ലാ പരിധിയും ലംഘിച്ച് ഉയർന്നിരിക്കുകയാണ്. 1950 വെറും 32 കോടി രൂപ മാത്രമായിരുന്നു നമ്മുടെ വിദേശ കടം. ഇപ്പോ അത് 6,63,920 കോടി രൂപയാണ്.
5 വർഷം മുൻപുള്ള കണക്ക് നോക്കൂ. 2021 മാർച്ച് മാസത്തിൽ 3.84 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. ഇപ്പോ അത് 57% വർദ്ധിച്ചാണ് 6.63 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നത്. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധി മാത്രമല്ല ഇത്. 2024 തിരഞ്ഞെടുപ്പിന് മുൻപൊക്കെ വലിയ തോതിൽ പണം ചെലവഴിച്ച് പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയത് ഇങ്ങനെ വായ്പ എടുത്താണ്. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ചോദിച്ചതൊക്കെ നൽകിയത് ഈ വായ്പാ തുക കൊണ്ടുകൂടിയാണ്. ഇപ്പോ JDUവിന്റെയും CDPയുടെയും പിന്തുണ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതും ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധിക സഹായങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ പ്രത്യാഘാതം ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. രൂപയുടെ മൂല്യം കുത്തനെ താഴേക്ക്. ഡോളറിന് 88 രൂപയ്ക്ക് പരിസരത്താണ് ഇപ്പോഴത്തെ നിൽപ്പ്. ഏതാനും ദിവസം കൊണ്ട് അത് 90 രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രവചനം. ഈ വർഷം തന്നെ 100 കടക്കുമെന്ന് കരുതുന്നവരും ചെറുതല്ല. നമ്മുടെ രൂപയ്ക്ക് വിലയില്ലാതായത് ഒരു ലക്ഷണം മാത്രമാണ്. വിപണിയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. മുൻപൊക്കെ വലിയ തോതിൽ ഡോളർ വിപണിയിൽ ക്രയവിക്രയം നടത്തി മൂല്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓഹരി വിപണിയിലും ഇടപെടാൻ റിസർവ് ബാങ്കിന് സാധിക്കുന്നില്ല. ഇതോടെ നമ്മുടെ പലിശ ചെലവും ഇനിയും കൂടും. അതിന് കാരണം അമേരിക്കയും യൂറോപ്പും ഒക്കെ പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കടം സ്ഫോടനാത്മകമായി നിലനിൽക്കുമ്പോൾ ചടുലമായ വിപണി ഇടപെടലുകളാണ് ധനമന്ത്രാലയത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. വിപണിയിൽ പണമെത്തിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്രം പ്രഖ്യാപിക്കേണ്ടത്. സാധാരണക്കാരന്റെ കയ്യിൽ പണമെത്തിയാൽ മാത്രമേ രാജ്യത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അത് പ്രവചനാതീതമായിരിക്കും. തലയിണയ്ക്കടിയിൽ ബോംബ് വച്ചുറങ്ങുന്നു എന്ന് ഈ കടം കണ്ടിട്ടാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അത് ശരിക്കും സ്ഫോടനാത്മകമായ നിലയിലേക്ക് മാറുകയുമാണ്. സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം.